അപ്പം നമ്മുടെ അതിഥികളുടെ മനസ്സോടെ അറിയുമ്പോഴാണ് നല്ല ആതിഥേയനാവുന്നത്. അല്ലെങ്കിൽ നല്ല ആതിഥേയന്മാർ ലോകത്തെ എല്ലായിടത്തും ഉണ്ട്. ആ ആതിഥേയരെ തേടി ഈ അതിഥികൾ പോകും. അപ്പം നമുക്ക് ഒരു ഇൻഡസ്ട്രി കൂടിയാണ് ടൂറിസം. അതിലൂടെ നമുക്ക് വളരണമെങ്കിൽ നമ്മുടെ അതിഥികളുടെ മനസ്സോടെ അറിയണം, അവരുടെ താല്പര്യങ്ങൾ അറിയണം. അവരിവിടെ വരുന്നത് വ്യഭിചരിക്കാനല്ല, കേരളത്തിൽ ഇവിടെ വന്ന് ആഭാസത്തരം കാണിക്കാനല്ല. കള്ളു കുടിച്ച് വഴി കിടക്കുന്ന സായിപ്പ്മാരെയോ വിദേശികളൊന്നും നമ്മൾ കാണില്ല. കാരണം അവർക്കറിയാം അതെങ്ങനെ ഉപയോഗിക്കണമെന്ന്. നമ്മൾ ഉപയോഗിക്കുന്നവരല്ല അവർ മദ്യത്തെ ഉപയോഗിക്കുന്നത്. അത് വളരെ ആചാരപരമായി, വളരെ കാൽക്കുലേറ്റഡായി, വളരെ ശ്രദ്ധിച്ച്, വളരെ മാന്യതയോടുകൂടിയാണ് അവർ 99% പേരും അതിനെ ഉപയോഗിക്കുന്നത്. ആ നാടുകളിലും അങ്ങനെയൊക്കെ തന്നെ ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ വഴിയോരങ്ങൾ മുഴുവൻ ബിയർ പാർലറുകളും ബിയർ വിളമ്പുന്ന റെസ്റ്റോറൻറ്റുകളാണ്. അവിടെ നിറയെ ആളുകൾ അങ്ങനെ ഇരിക്കുന്നു. ഒരു ഉത്സവ പറമ്പിലേക്ക് ചെന്ന പോലെയാണ്. ഈ ചെറിയൊരു പട്ടണത്തിൽ എങ്ങനെയാണ് ഇത്രയേറെ ടൂറിസ്റ്റുകൾ ഒരു ചെറിയ ഗ്രാമത്തിൽ പോലും വരുന്നത്? ഞായറാഴ്ച കൂടി ആയതുകൊണ്ടാവാം അയൽ ഗ്രാമങ്ങളിൽ നിന്ന്, അയൽ പട്ടണങ്ങളിൽ നിന്ന്, ഫ്രാൻസിൻ്റെ മറ്റേതെങ്കിലും ഭാഗത്തു നിന്നൊക്കെ വന്നവരൊക്കെ ആയിരിക്കാം. ഏതായാലും അവിടെ നല്ല ഉത്സവം. ഏതായാലും വന്നത് നല്ല സ്ഥലത്താണെന്ന് എനിക്ക് മനസ്സിലായി. സജീവമായൊരു ഗ്രാമം. അതിൻ്റെ ഈ ഓരോ കെട്ടിടത്തിൻ്റെ എറമ്പുകളിൽ ചെറിയ ചെടിച്ചട്ടികൾ തൂക്കിയിട്ട് അതിൽ നിന്ന് പൂത്തുലഞ്ഞ ചെടികൾ ഇങ്ങനെ കവിഞ്ഞ് കിടക്കുന്നത് ഒക്കെ ഒരു ഗംഭീര കാഴ്ചയാണ്.